സമയം മെനക്കെടുത്തി 2021 ഡിസംബർ 9 ഔട്ട് ഓഫ് ഫോക്കസ് ചർച്ച ഞങ്ങൾ തപ്പിയെടുത്തു. ഊഹം തെറ്റിയില്ല, നിഷാദ് റാവുത്തരും ഉണ്ടായിരുന്നു ആ ടീമിൽ. പിന്നെ രാജീവ് ശങ്കരനും അജിംസും. ആ എപ്പിസോഡിന്റെ ടൈറ്റിൽ കാർഡ് കണ്ടാൽ നിങ്ങൾ ഞെട്ടും. ദാ കണ്ടോളൂ, രാഷ്ട്രീയം പറയാത്ത ലീഗ്. അതാണ് പോസ്റ്റർ. വീഡിയോയുടെ ടൈറ്റിൽ എന്താണ്? രാഷ്ട്രീയം പഠിപ്പിക്കാൻ പിണറായിക്ക് വഴിയൊരുക്കിയ ലീഗ്. അബ്ദുറഹ്മാൻ കല്ലായിയുടെ ഒരു ചിത്രം ആ കാർഡിലുണ്ട്. അതൊഴിച്ചാൽ ആ റാലിയിൽ പിണറായിയുടെ തന്തയ്ക്ക് വിളിച്ച് ജാതി അധിക്ഷേപം ചൊരിഞ്ഞ ലീഗ് അണികളുടെ മുദ്രാവാക്യം വിളിയൊന്നും ആ ടൈറ്റിലിൽ പരാമർശിക്കുന്നില്ല. അബ്ദുറഹ്മാൻ കല്ലായി നടത്തിയ തറ തെമ്മാടി പ്രസംഗത്തെക്കുറിച്ച് കാർഡിലോ തലക്കെട്ടിലോ പരാമർശമില്ല. മലബാറിലെ ഈഴവർക്ക് നേരെ KM ഷാജി ചൊരിഞ്ഞ വംശീയ അധിക്ഷേപത്തെക്കുറിച്ച് ആ ടൈറ്റിലിൽ സൂചനയുണ്ടോ? അതുമില്ല. ഇതൊന്നും പരാമർശിക്കാതെ മുസ്ലിം ലീഗിനെ ഒരു തരത്തിലും നോവിക്കാത്ത ഒരു ടൈറ്റിൽ കാർഡ്, രാഷ്ട്രീയം പറയാത്ത ലീഗ്. എത്ര സൗമ്യമായ തലക്കെട്ട് അല്ലെ? KM ഷാജിയും അബ്ദുറഹ്മാൻ കല്ലായിയും പറഞ്ഞതല്ല ആ കാർഡിൽ ടൈറ്റിലായി ഇടം പിടിച്ചത്, പറയാത്തതാണ്. അതാണ് മീഡിയ വൺ. KM ഷാജിയും കല്ലായിയും ചീറ്റിയ കാളകൂടത്തെ ഒരു തരത്തിലും പരാമർശിക്കാതെ മുസ്ലിം ലീഗിനെ ഒരു തരത്തിലും നോവിക്കാത്ത സമർത്ഥമായ ഒരു എഡിറ്റിംഗ്. 13 മിനിറ്റ് 37 സെക്കൻഡ് നീളമുണ്ട് ആ ചർച്ചയ്ക്ക്. പക്ഷെ ആ ചർച്ചയ്ക്ക് ഇരുന്നവരാരും ഈഴവർക്കെതിരെ ഷാജി നടത്തിയ വംശീയാധിക്ഷേപം പരാമർശിക്കുന്നേയില്ല. അത് തെറ്റാണെന്നും തെമ്മാടിത്തരമാണെന്നും പറയാൻ ആ ഔട്ട് ഓഫ് ഫോക്കസ് ചർച്ചയിൽ പങ്കെടുത്ത ഒരുത്തന്റെയും നാവ് പൊന്തിയില്ല. ആ ചർച്ചയ്ക്ക് ഇരുന്നവർ KM ഷാജിയുടെ പ്രസംഗം കണ്ടില്ലെന്ന് പറയാനാവില്ല. വിഷയം അവതരിപ്പിച്ച നിഷാദ് റാവുത്തർ ഷാജിയുടെ പ്രസംഗത്തെ ഇങ്ങനെയാണ് വിശേഷിപ്പിച്ചത്. നിഷാദിന്റെ വാചകം ഞങ്ങൾ അതുപോലെ ഉദ്ധരിക്കാം. KM ഷാജിയെ പോലുള്ള ലീഗിന്റെ തീപ്പൊരി പ്രാസംഗികർ പൂർണ്ണമായും മതചട്ടക്കൂടിനകത്ത് നിന്ന് സംസാരിക്കുന്നത് കണ്ടു. ഏത്? മലബാറിലെ ഈഴവർ തല്ലുതൊഴിലാളികളും നട്ടല്ലില്ലാത്തവരും ചാവേറുകളുമാണെന്ന ഷാജിയുടെ ഡയലോഗ് മതചട്ടക്കൂടിനകത്ത് നിൽക്കുന്നതാണത്രേ. നിഷാദ് റാവുത്തർ പറഞ്ഞ ഡയലോഗാണ്. വെള്ളാപ്പള്ളിയുടെ പേര് CPM പറഞ്ഞില്ലെന്ന് ആക്രോശിച്ച് അരുൺകുമാറിനെതിരെ അധിക്ഷേപം ചൊരിഞ്ഞ നിഷാദ് റാവുത്തരോട് നമുക്ക് തിരിച്ചു ചോദിക്കാനുള്ളത് ഇതാണ്: എന്ത് റാവുത്തരെ ഷാജിയുടെ വംശീയാധിക്ഷേപത്തെ പരാമർശിക്കാൻ അന്ന് നിങ്ങൾക്ക് നാവു പൊന്തിയില്ല? ഇതേ ടീം വെള്ളാപ്പള്ളി നടേശനെ എങ്ങനെയാണ് പരിചരിച്ചത് എന്നാണ് നാം ഇനി അടുത്തതായി കാണാൻ പോകുന്നത്. വെള്ളാപ്പള്ളിയുമായി ബന്ധപ്പെട്ട മീഡിയ വൺ ഔട്ട് ഓഫ് ഫോക്കസ് ചർച്ചയുടെ കാർഡുകൾ കാണൂ. മലപ്പുറം വേട്ട ഇന്ന് തുടങ്ങിയതല്ല. വെള്ളാപ്പള്ളിയെ സഭയും തിരിച്ചറിഞ്ഞു. വെള്ളാപ്പള്ളി കളിക്കുന്ന ഡേഞ്ചറസ് ഗെയിം. വെള്ളാപ്പള്ളിയെ ഈഴവർ തിരസ്കരിക്കും. VS മരിച്ചപ്പോൾ വെള്ളാപ്പള്ളിക്ക് വാഴ്ത്ത്. ഉഷ്ണം ഉഷ്ണേന ശാന്തിയാകുമോ? പിണറായിയുടെ നടേശഗുരു. വെള്ളാപ്പള്ളി വിലാസം പാർട്ടി. വെള്ളാപ്പള്ളി വിഷം തുടരും. വെള്ളാപ്പള്ളിയിൽ പൊളിഞ്ഞ പാർട്ടി. കേരള തൊഗാഡിയയെ തലോടുന്ന CPM. പൊളിയുന്ന വെള്ളാപ്പള്ളിയും പാർട്ടിയും. വെള്ളാപ്പള്ളി വഞ്ചിക്കുന്നത് ഈഴവരെ തന്നെ. 15 എപ്പിസോഡുകൾ വെള്ളാപ്പള്ളിയെ കുറിച്ച് മാത്രം. ഓർക്കുക, മലബാറിലെ ഈഴവരെ അധിക്ഷേപിച്ച ഷാജിയുടെ പരാമർശത്തെക്കുറിച്ച് മീഡിയ വണ്ണിൽ ചർച്ചയില്ല, വിമർശനമില്ല. അതേക്കുറിച്ച് തങ്ങളുടെ ചാനലിൽ ഒരു വാർത്ത പോലും വരാതിരിക്കാൻ മീഡിയ വൺ അങ്ങേയറ്റം ജാഗ്രത പുലർത്തി. എന്നിട്ട് ഒന്നുകൂടി ചെയ്തു. രാഷ്ട്രീയം പറയാത്ത ലീഗ് എന്ന അങ്ങേയറ്റം ഉദാസീനമായ ഒരു തലക്കെട്ട് എഴുതി നിർലജ്ജ മാധ്യമ പ്രവർത്തനത്തിന്റെ നിതാന്ത മാതൃകയെന്ന ഖ്യാതിയും മീഡിയ വൺ സ്വന്തമാക്കി. അങ്ങനെ തീരുമാനിച്ച അതേ ടീമിന്റെ പ്രകടനമാണ് വെള്ളാപ്പള്ളിയുടെ കേസിൽ നാം കാണുന്നത്. ചില കാർഡുകളിൽ വെള്ളാപ്പള്ളിയുടെ ചിത്രങ്ങൾ സെലക്ട് ചെയ്ത രീതി നോക്കൂ. ഏറ്റവും ഓക്വേർഡായ, കാണുന്നവരിൽ ജുഗുപ്സ ജനിപ്പിക്കുന്ന ചിത്രങ്ങൾ പ്രത്യേകം സെലക്ട് ചെയ്തിരിക്കുന്നു. അതിലും മോശം ചിത്രം കിട്ടാത്തത് കൊണ്ട് അവർ AI ആശ്രയിച്ച് ചിത്രങ്ങൾ കൃത്രിമമായി നിർമ്മിച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് പ്രമോദരാമ മീഡിയ വണ്ണിന്റെ കയ്യിലിരിപ്പുകൾ. വെള്ളാപ്പള്ളി നടേശൻ സമീപകാലത്ത് മുസ്ലിം സമുദായത്തെ ഉന്നം വെച്ച് നടത്തിയ പരാമർശങ്ങൾ എതിർക്കപ്പെടേണ്ടതും വിമർശിക്കപ്പെടേണ്ടതും തന്നെയാണ്, ഒരു സംശയവുമില്ല. പക്ഷെ വെള്ളാപ്പള്ളി പറഞ്ഞതിനേക്കാൾ എത്രയോ നീചമാണ്, ഹീനമാണ്, തറയാണ്, തെമ്മാടിത്തരമാണ്, ശുദ്ധ പോക്രിത്തരമാണ് KM ഷാജി പറഞ്ഞത്. KM ഷാജിയുടെ സമുദായ അധിക്ഷേപത്തെ കണ്ടില്ലെന്ന് നടിച്ച് വെള്ളാപ്പള്ളിക്ക് നേരെ കുരച്ചു ചാടുന്ന നിഷാദ് റാവുത്തരും മീഡിയ വണ്ണും ആരുടെ വളർത്തുനായയാണ്? ഈ അജണ്ട ആർക്കും മനസ്സിലാകില്ലെന്നാണോ മീഡിയ വണ്ണിന്റെയും പ്രമോദരാമന്റെയും വിചാരം? നമുക്ക് വെള്ളാപ്പള്ളിയുടെയും KM ഷാജിയുടെയും ഈ വിവാദ പരാമർശങ്ങൾ ഒന്ന് താരതമ്യം ചെയ്യാം. 2025 ഏപ്രിൽ 5 വെള്ളാപ്പള്ളിയുടെ വിവാദ പ്രസംഗ പരമ്പര ആരംഭിക്കുന്നത്. അന്ന് പറഞ്ഞത് തന്നെയാണ് അദ്ദേഹം പല രീതിയിലും ശൈലിയിലും പല വേദികളിലായി ആവർത്തിച്ചത്. നിലമ്പൂർ പ്രസംഗത്തിലെ വിവാദ പരാമർശങ്ങൾ ഇവയായിരുന്നു: മലപ്പുറം പ്രത്യേക രാജ്യമാണ്, പ്രത്യേക ചില ആളുകളുടെ സംസ്ഥാനമാണ്, അവിടെ സ്വതന്ത്രമായ വായു ശ്വസിക്കാൻ കഴിയുന്നില്ല, സ്വതന്ത്രമായ അഭിപ്രായം പറഞ്ഞ് ജീവിക്കാൻ പറ്റുന്നില്ല, ഈഴവർ മലപ്പുറത്ത് ഭയന്നു ജീവിക്കുകയാണ്. ഇതാണ് പ്രസംഗത്തിലെ ഒരു ഭാഗം. അടുത്ത ഭാഗം മലപ്പുറത്ത് ഈഴവർക്ക് ഒന്നുമില്ല, സ്വന്തം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളില്ല, തൊഴിലുറപ്പ് മാത്രമേ ഉള്ളൂ. ഇതിലെ ആദ്യത്തെ ഭാഗമോ രണ്ടാമത്തെ ഭാഗമോ മുസ്ലിം സമുദായത്തെ ഏതെങ്കിലും തരത്തിൽ അവഹേളിക്കുന്നതോ അധിക്ഷേപിക്കുന്നതോ അല്ല. എന്നാൽ അതൊരു സംഘപരിവാർ നെറേറ്റീവാണ്.
മലപ്പുറത്തെക്കുറിച്ച് സംഘപരിവാർ കാലാകാലങ്ങളിലായി പ്രചരിപ്പിക്കുന്ന ആഖ്യാനം വെള്ളാപ്പള്ളി ഏറ്റുപാടുകയാണ്. അത് മലപ്പുറത്തും മലപ്പുറത്തിന് പുറത്തും സമുദായ സ്പർദ്ധ ജനിപ്പിക്കാൻ പോന്ന വിധം അപകടകരമായ വാദമാണ്, വ്യാഖ്യാനമാണ്. അതുകൊണ്ട് അത്തരം വാദങ്ങൾ എതിർക്കപ്പെടേണ്ടതാണ്. അക്കാര്യത്തിൽ ഞങ്ങൾക്കൊരു സംശയവുമില്ല. അതല്ലാതെ മുസ്ലിം സമുദായത്തെ, അവരുടെ തൊഴിലിനെ, അവരുടെ ജീവിത രീതിയെ, അവരുടെ രാഷ്ട്രീയ നിലപാടിനെ ഏതെങ്കിലും തരത്തിൽ സാമുദായികമായോ വംശീയമായോ വെള്ളാപ്പള്ളി അധിക്ഷേപിക്കുകയോ നിന്ദിക്കുകയോ അവഹേളിക്കുകയോ ചെയ്തിട്ടില്ല. പക്ഷെ KM ഷാജിയും മുസ്ലിം ലീഗും ഇതെല്ലാം ചെയ്തു. കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ പിതാവിനെ ജാതീയമായി അധിക്ഷേപിക്കുന്ന മുദ്രാവാക്യം ആവേശത്തോടെ ആർത്തു വിളിച്ച ലീഗിന്റെ അണികളിലും മലബാറിലെ ഈഴവരെ അധിക്ഷേപിച്ച KM ഷാജിയുടെ പ്രസംഗത്തിലും ആളിക്കത്തിയത് എന്താണ്? ഒരു സമുദായത്തിനെതിരെയുള്ള വംശീയ വിദ്വേഷം. അതുപോലൊരു അധിക്ഷേപം, അതിനു സമാനമായ അധിക്ഷേപം മുസ്ലിം സമുദായത്തിന് നേരെ വെള്ളാപ്പള്ളി ചൊരിഞ്ഞിട്ടുണ്ടോ? വെള്ളാപ്പള്ളിയുടെ പരാമർശങ്ങൾ ഒന്നാമതായും രണ്ടാമതായും മൂന്നാമതായും സംഘപരിവാറിന്റെ നരേറ്റീവാണ്. ആ വാദങ്ങൾ സമുദായ സ്പർദ്ധയ്ക്ക് കാരണമാകും. അതുകൊണ്ട് ആ വാദങ്ങൾ ഒരു മയവുമില്ലാതെ വിമർശിക്കപ്പെടുക തന്നെ വേണം. അക്കാര്യത്തിൽ CPM എന്ന രാഷ്ട്രീയ പാർട്ടി എന്തെങ്കിലും ഉദാസീനത കാണിച്ചെന്ന അഭിപ്രായമുണ്ടെങ്കിൽ അതേതു മാധ്യമത്തിനും ചൂണ്ടിക്കാണിക്കാം, വിമർശിക്കാം, പരിഹസിക്കാം. എന്നാൽ അതേ നിലപാട് KM ഷാജി എന്ന വംശീയ ഭ്രാന്തന് നേരെയും ഉണ്ടാകേണ്ടതല്ലേ? ഷാജിയുടെ വംശീയ ഭ്രാന്തിനെതിരെ കണ്ണുകൾ ഇറുക്കി അടച്ച് വെള്ളാപ്പള്ളിക്കെതിരെ മാത്രം നിലവിട്ട വിമർശനം കുത്തിയൊഴുക്കുന്നത് കാളകൂടം ചീറ്റലല്ലേ മിസ്റ്റർ പ്രമോദ് രാമൻ? വെള്ളാപ്പള്ളിയേക്കാൾ അപകടകാരിയാണ് KM ഷാജി എന്ന് ആ പ്രസംഗം കേട്ടിട്ടും മീഡിയ ഓൺകാർക്ക് തോന്നിയില്ലെങ്കിൽ ആ ചാനലിനെ നയിക്കുന്നത് ഉഗ്രവിഷസഞ്ചികളുള്ള വർഗീയ സർപ്പങ്ങളാണെന്ന് തുറന്നടിച്ചു പറയേണ്ടി വരില്ലേ മിസ്റ്റർ പ്രമോദ് രാമൻ? ഇനി വെള്ളാപ്പള്ളി KM ഷാജി താരതമ്യത്തിന് ഒരു രണ്ടാം ഭാഗം കൂടിയുണ്ട്. തങ്ങളുടെ സമുദായത്തിന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും മറ്റും നിഷേധിക്കപ്പെട്ടു, മലപ്പുറത്ത് തൊഴിലുറപ്പ് മാത്രമേ ഉള്ളൂ എന്ന് വെള്ളാപ്പള്ളി പ്രസംഗിച്ചിരുന്നു. മലപ്പുറത്ത് ഒരു സ്ഥാപനം കിട്ടാൻ വെള്ളാപ്പള്ളി അപേക്ഷ കൊടുത്തോ എന്നൊക്കെ ചോദിച്ച് അദ്ദേഹത്തെ പരമാവധി പ്രകോപിപ്പിക്കാൻ ആവുന്നതെല്ലാം നമ്മുടെ മാധ്യമ പ്രവർത്തകർ ചെയ്തിട്ടുണ്ട്. അത് നല്ലത് തന്നെ. വെള്ളാപ്പള്ളി ഇക്കാര്യത്തിൽ ഓഡിറ്റ് ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. അക്കാര്യത്തിൽ ഒരു തെറ്റുമില്ല. എന്നാൽ കഴിഞ്ഞ 9 വർഷങ്ങളിൽ കേരളത്തിലെ മുസ്ലിം സമുദായങ്ങൾക്ക് എന്തൊക്കെയോ വലിയ നഷ്ടം സംഭവിച്ചുവെന്നും അത് തിരിച്ചു പിടിക്കാനാണ് ഭരണത്തിലെത്തേണ്ടതെന്നും KM ഷാജിയും പ്രസംഗിച്ചിരുന്നു. എന്തേ KM ഷാജിയുടെ നേർക്ക് ഇതുപോലൊരു ഓഡിറ്റിംഗ് നടത്തിയില്ല? ഞാൻ ചോദിക്കട്ടെ, ഭരണം വേണമല്ലോ, ഭരണം തിരിച്ചു പിടിക്കാൻ കഴിയും, ഒരു സംശയക്കാര്യത്തിലില്ല. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ഓർത്തോ, ഭരിക്കുന്നത് MLA-മാരുടെയും മന്ത്രിമാരുടെയും എണ്ണം കൂട്ടാൻ മാത്രമായിരിക്കില്ല. നഷ്ടപ്പെട്ടു പോയ 9.5 കൊല്ലത്തിന്റെ ആനുകൂല്യങ്ങൾ തിരിച്ചു പിടിച്ച് ആ സമുദായത്തിന് വകവെച്ചു കൊടുക്കാൻ അല്ലെങ്കിൽ ഈ പണിക്ക് നിൽക്കരുത്. അവർക്കത് കിട്ടണം. കേരളം പോലെ ഒരു സമുദായം ചോര ചിന്തി നമ്മുടെ പിതാമഹന്മാർ നേടിത്തന്ന അവകാശങ്ങൾ അതവർക്ക് ലഭ്യമാക്കാനുള്ള പോരാട്ടമാണ്. മുസ്ലിങ്ങളുടെ ആനുകൂല്യങ്ങൾ ഏത് സമുദായമാണ് തട്ടിപ്പറിച്ചതെന്ന്, ഏത് സമുദായത്തിനാണ് പിണറായി തട്ടിപ്പറിച്ച് കൈമാറിയതെന്ന് ഷാജിയുടെ പിറകെ നടന്ന ആരും ചോദിച്ചില്ലല്ലോ. അക്കാര്യത്തിൽ വ്യക്തത വരുത്തണമെന്ന് ആരും ഷാജിയോട് ആവശ്യപ്പെട്ടില്ലല്ലോ. എന്താ ചെയ്യാത്തത്? പിണറായി സർക്കാരിന്റെ കാലത്ത് മുസ്ലിങ്ങൾക്ക് എന്തോ ആനുകൂല്യങ്ങൾ നഷ്ടപ്പെട്ടു എന്ന ഷാജിയുടെ വാദത്തിന്റെ മറുപുറം എന്താണ്? മുസ്ലിങ്ങൾക്ക് കാലാകാലങ്ങളിലായി കിട്ടിക്കൊണ്ടിരുന്ന ആനുകൂല്യങ്ങൾ പിണറായി വിജയനും കൂട്ടരും തട്ടിപ്പറിച്ച് മറ്റേതോ സമുദായത്തിനോ സമുദായങ്ങൾക്കോ നൽകുകയായിരുന്നു എന്നല്ലേ KM ഷാജി പറഞ്ഞു വയ്ക്കുന്നത്? യഥാർത്ഥത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? കേരളത്തിൽ പിണറായി സർക്കാരിന്റെ 9 വർഷങ്ങളിൽ മുസ്ലിങ്ങൾക്ക് സാമുദായികമായി കിട്ടേണ്ടിയിരുന്ന ആനുകൂല്യങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ എന്തൊക്കെ? വെള്ളാപ്പള്ളിയെ ഓഡിറ്റ് ചെയ്യാൻ നടന്നവർ എന്തുകൊണ്ട് KM ഷാജിയെ ഇക്കാര്യത്തിൽ ഓഡിറ്റ് ചെയ്യുന്നില്ല? ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഈ KM ഷാജി നിയമസഭയിൽ ഉണ്ടായിരുന്നല്ലോ. ആ സർക്കാരിന്റെ കീഴിൽ മുസ്ലിങ്ങൾക്ക് ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടുന്നതിനെ കുറിച്ച് ഒരു അടിയന്തര പ്രമേയം, ഒരു സബ്മിഷൻ, ഒരു ശ്രദ്ധ ക്ഷണിക്കൽ, നക്ഷത്ര ചിഹ്നം ഇട്ടതോ ഇടാത്തതോ ആയ ഒരു ചോദ്യം KM ഷാജി സഭയിൽ ഉന്നയിച്ചിട്ടുണ്ടോ? രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് KM ഷാജി നിയമസഭയിലില്ല. പക്ഷെ കുഞ്ഞാലിക്കുട്ടിയും KPA മജീദും ഷംസുദ്ദീനും അടക്കം 15 MLA-മാരുണ്ട് മുസ്ലിം ലീഗിന്. മുസ്ലിങ്ങളുടെ ആനുകൂല്യങ്ങൾ തട്ടിപ്പറിച്ച് മറ്റ് സമുദായങ്ങൾക്ക് നൽകുന്നതിനെ കുറിച്ച് ഇവരാരെങ്കിലും സഭയ്ക്കകത്തോ പുറത്തോ ഒരു വാക്ക് മിണ്ടിയിട്ടുണ്ടോ? ഏത് മേഖലയിലാണ് മുസ്ലിങ്ങളുടെ ആനുകൂല്യം തട്ടിപ്പറിക്കപ്പെട്ടത്? PSC നിയമനങ്ങളിലാണോ? ഈ കഴിഞ്ഞ 9.5 വർഷം കൊണ്ട് 3 ലക്ഷത്തിലേറെ നിയമനങ്ങൾ PSC നടത്തി കഴിഞ്ഞു. ലാസ്റ്റ് ഗ്രേഡ് നിയമനങ്ങളിൽ 10%, മറ്റു നിയമനങ്ങളിൽ 12%-മാണ് മുസ്ലിം സംവരണം. ആകെ നടന്ന 3 ലക്ഷത്തിലേറെ നിയമനങ്ങളിൽ ഈ സംവരണ മാനദണ്ഡം പാലിക്കപ്പെട്ടിട്ടില്ല, മുസ്ലിങ്ങൾക്ക് നഷ്ടം സംഭവിച്ചു എന്ന് പറയാൻ എന്തു കണക്കാണ്, വിവരമാണ് KM ഷാജിയുടെയും മുസ്ലിം ലീഗിന്റെയും കയ്യിലുള്ളത്?
മീഡിയ വൺ അന്വേഷിച്ചു. സ്റ്റേറ്റ് സർവീസിൽ, സബോർഡിനേറ്റ് സർവീസിൽ, കമ്പനി, കോർപ്പറേഷൻ, ബോർഡ് നിയമനങ്ങളിൽ, കോഓപ്പറേറ്റീവ് സെക്ടറിൽ ഇവിടെയൊക്കെയാണ് PSC നിയമനങ്ങൾ നടക്കുന്നത്. ഇവയിൽ എവിടെയാണ് മുസ്ലിങ്ങൾക്ക് അർഹതപ്പെട്ട അവകാശം പിടിച്ചു പറിക്കപ്പെട്ടത്? സ്വാഭാവികമായും ആ നഷ്ടക്കണക്ക് ഈ പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്താനുള്ള ഉത്തരവാദിത്വം മുസ്ലിം ലീഗിനും അതിന്റെ നേതാക്കൾക്കുമുണ്ട്. അപ്പോൾ മുസ്ലിങ്ങൾക്ക് കിട്ടേണ്ട അവകാശം കവർന്നെടുത്ത് വേറെ ആർക്ക് കൊടുത്തു എന്ന് വ്യക്തമാക്കാൻ KM ഷാജിക്ക് ബാധ്യതയുണ്ട്, മുസ്ലിം ലീഗിന് ബാധ്യതയുണ്ട്. ആ വസ്തുത പറയാതെ കാടടച്ച് വെടിവെക്കുന്ന KM ഷാജിയുടെ ലക്ഷ്യം എന്താണ്? അപകടകരമായ ഒരു വർഗീയ ധ്രുവീകരണമല്ലേ ഷാജിയുടെ ലക്ഷ്യം? പച്ചക്കള്ളം പ്രചരിപ്പിച്ച് നാട്ടിൽ സമുദായ ധ്രുവീകരണം ഉണ്ടാക്കുക എന്ന ഹീനമായ ലക്ഷ്യം. അതുമാത്രമേ മുസ്ലിം ലീഗിനും KM ഷാജിക്കുമുള്ളൂ. ഇനി അടുത്ത നുണ. പിണറായിയുടെ സഹോദരൻ പാറപ്പുറം പള്ളി പൊളിച്ച കേസിൽ പ്രതിയാണെന്ന് വിധേയത്തിൽ കമ്മീഷൻ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട് എന്നൊരു പച്ചക്കള്ളം KM ഷാജി പറഞ്ഞു നടക്കുന്നുണ്ട്. KM ഷാജി മാത്രമല്ല അത് പറയുന്നത്, വേറൊരാൾ ഇതേ കാര്യം പറയുന്നത് നമുക്ക് കാണാം. സംഘപരിവാരം പൊളിച്ചു കളഞ്ഞു എന്ന് പറയുന്ന പള്ളികളുടെ ലിസ്റ്റിൽ ഈ പള്ളിയും എടുക്കുമ്പോ ആ തകർത്ത് കളഞ്ഞ കുറ്റവാളികളുടെ പേര് പുറത്തു വരുമ്പോ കേരളത്തിന്റെ ഇന്നത്തെ ബഹുമാന്യനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ സഖാവിന്റെ സഹോദരൻ പിണറായി കുമാരനും അതിലൊരു പ്രധാനപ്പെട്ട പ്രതിയായിരുന്നു അത്രേ. പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാവ് അഫ്സൽ ഖ്വാസിമിക്കും ലീഗ് നേതാവ് KM ഷാജിക്കും ഒരേ നാവ്, ഒരേ സ്വരം, ഒരേ കള്ളം. വിധേയത്തിൽ കമ്മീഷൻ റിപ്പോർട്ടിന്റെ ഏത് പേജിലാണ് പിണറായിയുടെ സഹോദരന്റെ പേര് പറയുന്നത് എന്ന് ചോദിക്കാൻ 56 മിനിറ്റ് നേരം KM ഷാജിയുമായി സംസാരിക്കാൻ അവസരം കിട്ടിയിട്ടും നിഷാദ് റാവുത്തർ ചോദിച്ചില്ല. ഏത് സ്റ്റേഷനിലെ FIR-ലാണ് ആ പേരുള്ളതെന്ന് പറയാൻ KM ഷാജിയോട് നിഷാദ് റാവുത്തരും മീഡിയ ഒന്നും ആവശ്യപ്പെടുന്നുമില്ല. എന്ന് മാത്രമല്ല, പ്രസക്തമായ ഈ ചോദ്യങ്ങളൊന്നും ചോദിക്കാതെ ആ ആരോപണത്തിൽ KM ഷാജി ഉറച്ചു നിൽക്കുന്നുവെന്ന് ഒരു വീഡിയോ സ്റ്റോറി മീഡിയ വൺ വേറെ സംപ്രേഷണം ചെയ്യുകയും ചെയ്തു. KM ഷാജിയുടെ ആരോപണത്തിന്റെ പശ്ചാത്തലത്തിൽ വിധേയത്തിൽ കമ്മീഷൻ റിപ്പോർട്ട് ഒന്ന് മറിച്ചു നോക്കാൻ പ്രമോദ് രാമന് എഡിറ്റോറിയൽ ചുമതലയുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് അത് ചെയ്യാൻ തോന്നിയില്ലല്ലോ. നിങ്ങളുടെ ചാനലിൽ ഇരുന്നല്ലേ KM ഷാജി ഈ പച്ചക്കള്ളം വീണ്ടും ആവർത്തിച്ചത്? പിണറായി വിജയന്റെ സഹോദരൻ പള്ളി പൊളിച്ച കേസിൽ പ്രതിയാണെന്ന പച്ചക്കള്ളം പ്രചരിപ്പിക്കുന്ന KM ഷാജിയുടെയും അഫ്സൽ ഖ്വാസിമിയുടെയും ലക്ഷ്യം എന്താണ്? വെറുതെ ഒരു നുണയെന്ന് പറഞ്ഞു പോവുകയല്ലോ. ഇവിടെ ഷാജി നിർമ്മിച്ച കള്ളം പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാവ് ഏറ്റുപിടിച്ചതാണോ, അതോ പോപ്പുലർ ഫ്രണ്ട് നിർമ്മിച്ച കള്ളം KM ഷാജി ഏറ്റുപിടിച്ചതോ? ഈ രണ്ടുപേർക്കും ഒരേ നാവെന്നത് ഒരു വാർത്തയല്ലേ മിസ്റ്റർ പ്രമോദ് രാമൻ? നമ്മുടെ സമൂഹത്തെ വർഗീയമായി ഭിന്നിപ്പിക്കാനും സാമുദായിക സ്പർദ്ധ വളർത്താനും കൊടും നുണ പ്രചരിപ്പിക്കുന്ന KM ഷാജിയെയും അഫ്സൽ ഖ്വാസിമിയെ പോലുള്ളവരും ആ നുണപ്രചരണത്തിന് വേദിയാകുന്ന മീഡിയ വൺ ചാനലും വർഗീയതയുടെ കാളകൂടം തന്നെയാണ് പ്രസരിപ്പിക്കുന്നത്. അത് തന്നെയാണ് ഗോവിന്ദൻ മാഷ് തുറന്നടിച്ചതും. പ്രമോദ് രാമൻ പറയും പോലെ മുസ്ലിം എന്ന മതസ്വത്വം ഇന്ത്യയിൽ അപരവൽക്കരിക്കപ്പെടുന്നതും മുസ്ലിം പേരുകൊണ്ട് മാത്രം ആക്രമിക്കപ്പെടുകയും കൊല ചെയ്യപ്പെടുകയും ചെയ്യുന്നത് എടുത്തു പറയുകയൊന്നുമല്ല മീഡിയ വണ്ണിന്റെ എഡിറ്റോറിയൽ പോളിസി. KM ഷാജിയും അബ്ദുറഹ്മാൻ കല്ലായിയും അഫ്സൽ ഖ്വാസിമിയും ഒക്കെ ചീറ്റിവിടുന്ന കാളകൂടത്തിന് ഒഴുകിപ്പരക്കാനുള്ള തറയൊരുക്കുന്നുണ്ട് മീഡിയ വൺ ചാനൽ. സ്വന്തം ദേശാഭിമാനി ഭൂതകാലത്തെക്കുറിച്ച് ഊറ്റം കൊണ്ടിട്ടോ സ്വയം എഴുതി കഴുത്തിൽ തൂക്കിയിരിക്കുന്ന സെക്യുലർ സർട്ടിഫിക്കറ്റ് ആട്ടിക്കാണിച്ചോ ഈ യാഥാർത്ഥ്യം പ്രമോദ് രാമന് മറച്ചു പിടിക്കാനാവില്ല. അത് ഓർമ്മയുണ്ടാകണം.